ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളിപ്പോൾ ഓരോ ഭയത്തിലൂടെയാണോ കടന്നു പോകുന്നത്? ഈ ലോകത്തിലെ ഓരോ സംഭവങ്ങളും രാവിലെ മുതൽ രാത്രി വരെ നാം ഓരോ വാർത്തകളിലൂടെ അറിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ സ്വാഭാവികമായും ഒരു ഭയം ഉണ്ടാകും. നാം എത്രയൊക്കെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടും എത്രയൊക്കെ യാചിച്ചിട്ടും നമ്മുടെ പ്രാർത്ഥനകൾ വെറുതെയായി പോകുന്ന പോലെ നമുക്ക് തോന്നാറുണ്ട്. നാം കേൾക്കുന്ന ഓരോ വാർത്തകളും അങ്ങനെയുള്ളതാണ്. നമ്മുടെ മക്കളെക്കുറിച്ചുള്ള ഭയം, നമ്മുടെ ഭാവി തലമുറകളെക്കുറിച്ചുള്ള ഭയം, അവർ മോശമായ കൂട്ടുകെട്ടിലൂടെ കടന്നു പോകുമോ എന്നുള്ള ഭയം. എന്നാൽ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ചിന്തിക്കാൻ പോകുന്നത് നിന്റെ ഭാവിയെക്കുറിച്ചുള്ള നിന്റെ ഭയത്തെ എങ്ങനെ മാറ്റാൻ സാധിക്കും? ദൈവത്തോടുള്ള ദൈവവിശ്വാസത്തെ നിനക്കെങ്ങനെ വർദ്ധിപ്പിക്കാൻ സാധിക്കും? പ്രിയ സഹോദരങ്ങളെ, നാം ദൈവത്തെ കൂടുതൽ വിശ്വസിക്കുമ്പോൾ നമ്മളുടെ ഈ ഭയമൊക്കെ മാറിപ്പോകും. നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നാം ദൈവത്തോടുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ആ വലിയ ഭയത്തെ അവിടുന്ന് മാറ്റിക്കളയും. പക്ഷേ സാത്താൻ്റെ ഒരു പ്രവൃത്തിയാണ് നാം ദൈവത്തെ വിശ്വസിക്കരുത് എന്നുള്ളത്. നാം എപ്പോഴും ഭയത്തിൽ ആശങ്കയോടെ ജീവിക്കണമെന്നാണ് സാത്താൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഭാവി തലമുറയെ പിശാച് നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ദൈവത്തിലൂടെയുള്ള വിശ്വാസമാണ് നമുക്ക് നമ്മുടെ തലമുറകളെ നന്മയുടെ വഴിയിലൂടെ കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. ദൈവജനമായ നാം ഓരോരുത്തർക്കും ദൈവത്തെ അടിയുറച്ച് വിശ്വസിക്കാൻ സാധിക്കണം. എത്ര പേർക്ക് പറയാൻ സാധിക്കും, ഞാൻ എൻ്റെ ദൈവത്തെ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു എന്ന്? എങ്ങനെയാണ് നമുക്ക് വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നത്? ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ഞാൻ ദൈവത്തെ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു എന്ന് എത്ര പേർക്ക് പറയാൻ സാധിക്കും? ആത്മാർത്ഥമായി ദൈവത്തെ വിശ്വസിക്കുന്ന സകലരും താഴെ കമൻറ്റ് ബോക്സിൽ ഇപ്രകാരം ഒന്ന് എഴുതുക: ഞാൻ എൻ്റെ ദൈവത്തെ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. നിന്റെ ഈ ചെറിയ വരികൾ നിന്റെ ജീവിതത്തിൽ നിന്റെ തലമുറയെ സംരക്ഷിക്കാനുള്ള വലിയൊരു കവചമായി മാറട്ടെ. ദൈവവിശ്വാസം നമുക്ക് എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ചിന്തിക്കാം. വചനം പറയുന്നു, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. നമ്മുടെ ഉള്ളിൽ വിശ്വാസം തനിയെ ഉണ്ടാകുന്ന ഒന്നല്ല, അതൊരു വിത്താണ്. ആ വിത്ത് മുളയ്ക്കണമെങ്കിൽ അതിന് കൃത്യമായി വളവും വെള്ളവും വേണം. ആ വളമാണ് ദൈവത്തിൻ്റെ ജീവനുള്ള വചനം. എന്തുകൊണ്ടാണ് ബൈബിൾ കാണുക എന്നതിനേക്കാൾ കേൾക്കുക എന്നതിന് പ്രാധാന്യം നൽകുന്നത്? പുതിയ നിയമത്തിൽ യേശുക്രിസ്തു പലപ്പോഴും ഉപമകൾ പറഞ്ഞിട്ട് ജനക്കൂട്ടത്തോട് യേശു ഒരു കാര്യം ആവർത്തിച്ച് പറയുമായിരുന്നു: കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. എല്ലാവർക്കും കാതുകളുണ്ട്, എന്നാൽ എല്ലാവരും ഹൃദയം കൊണ്ട് കേൾക്കുന്നില്ല. വിശ്വാസം എന്നത് വെറുമൊരു അറിവല്ല. വചനം പറയുന്നത്, വിശ്വാസമെന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. ദൈവത്തിൻ്റെ ജീവനുള്ള വചനത്തെ അതിനെ ചെവികൊണ്ട് കേട്ട് അതിനെ കളയുകയല്ല വേണ്ടത്, മറിച്ച് നമ്മുടെ ചെവിയിലൂടെ നമ്മുടെ ഹൃദയങ്ങളെ അത് സ്പർശിക്കണം. അത് നമ്മുടെ ചിന്താഗതിയെ തന്നെ മാറ്റാൻ തുടങ്ങും. നാം വചനം കേൾക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ സ്വഭാവം നാം മനസ്സിലാക്കുന്നു. നാമും വചനം കേട്ടുകൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടത്തിൽ നടക്കാൻ ശ്രമിക്കുക. നമ്മുടെ തലമുറകൾക്ക് നമുക്ക് നൽകാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ആയുധം നമ്മുടെ ദൈവത്തിൻ്റെ വചനമാണ്. നമ്മുടെ മക്കളെ നാം വചനത്തിൽ ഉറപ്പിക്കണം. ദൈവത്തിൻ്റെ ശക്തമായ വചനം അവരുടെ ഹൃദയങ്ങളെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ഈ ലോകത്തിൻ്റെ മോഹങ്ങളിൽ അവർ വീണുപോകില്ല. ഈ നാശമായ ലോകത്തിൻ്റെ ഓരോ ചതിക്കുഴികളിൽ നമ്മുടെ തലമുറകൾ അകപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങൾ ശ്രദ്ധിക്കുക, അവർ ദൈവവചനം നല്ലതുപോലെ അറിയുന്നില്ല എന്നതാണ് സത്യം. അവർ വചനം കേൾക്കുന്നത് വെറും ചെവിയിലൂടെ മാത്രമാണ്. അവരുടെ ഹൃദയത്തിലേക്ക് വചനങ്ങൾ എത്തുന്നില്ല. നമ്മുടെ ഹൃദയത്തിലൂടെ നാം വചനത്തെ സ്വീകരിക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ സ്വഭാവത്തെ നമുക്ക് നല്ലതുപോലെ മനസ്സിലാക്കുവാൻ സാധിക്കും. അതിലൂടെ നമുക്ക് നമ്മുടെ പല കാഴ്ചപ്പാടുകളും മാറ്റിമറിക്കാൻ സഹായിക്കും. നമ്മുടെ മക്കൾക്കും ദൈവവചനത്തിൻ്റെ ശക്തിയെ മനസ്സിലാക്കി കൊടുക്കുക. പ്രാർത്ഥനയിലൂടെ, ബൈബിൾ വായനയിലൂടെ, ഉപവാസത്തിലൂടെ നാം നമ്മുടെ തലമുറകളെ മെച്ചപ്പെടുത്തിയെടുക്കുക. സഹോദരങ്ങളെ, അവർ ലോകത്തിൻ്റെ മോഹങ്ങളിൽ പെട്ടുപോകരുത്. അവർ ലോകമോഹങ്ങളിൽ വീണുപോയിട്ടുണ്ടെങ്കിൽ
അവരെ നമുക്ക് എങ്ങനെയും തിരിച്ചു കൊണ്ടുവരണം. അതിനുള്ള ഏക വഴി എന്ന് പറയുന്നത് ദൈവവചനം അവരുടെ ഹൃദയത്തിൽ ആഴമായി പതിപ്പിക്കുക എന്നതാണ്. മാതാപിതാക്കളാണ് അവരുടെ വഴികാട്ടിയാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഡെയിലി പ്രാർത്ഥിക്കുന്നത് അവർ കാണുന്നു. നിങ്ങളുടെ പെരുമാറ്റം അവർ ശ്രദ്ധിക്കുന്നു. നിങ്ങൾ ദൈവവചനത്തിലൂടെ നടക്കുമ്പോൾ ഉറപ്പായും നിങ്ങളുടെ തലമുറ അതിനെ അനുകരിക്കാൻ ശ്രമിക്കും. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്പത്ത് ദൈവവചനമാണ്. ദൈവകാര്യങ്ങളിൽ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ദൈവവചനം അവരുടെ ഹൃദയങ്ങളെ സ്പർശിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുക. വചനത്തിൻ്റെ ശക്തി അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക. നിങ്ങൾ എത്ര വലിയ വെല്ലുവിളികളിലൂടെ കടന്നുപോയാലും, എത്ര സങ്കടത്തിലൂടെ കടന്നുപോയാലും നിങ്ങളും ഈ വിശ്വാസത്തെ കാത്തുകൊള്ളുക. നിങ്ങളതിനെ വിട്ടുകളയരുത്. നിങ്ങളുടെ വിശ്വാസം നിങ്ങളുടെ തലമുറകളെ നന്മയുടെ വഴികളിലൂടെ നടത്തും. നിങ്ങളുടെ ജീവിതത്തിൽ പല വിഷമഘട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അവിടെയൊന്നും ദൈവം നിന്നെ തള്ളിക്കളഞ്ഞില്ല. ഇനി നിന്റെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്തതുകൊണ്ട് എല്ലാം അവസാനിപ്പിക്കാം എന്ന് ചിന്തിച്ച പല ദിവസങ്ങളും നിന്റെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. ചിലപ്പോൾ അത് കടബാധ്യതകൾ കൊണ്ടായിരിക്കാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരിക്കാം, പല രോഗങ്ങളുടെയും ഇടയിൽ പെട്ടുപോയതുകൊണ്ടായിരിക്കാം. പല ദിവസങ്ങളിലും നീ ഒറ്റയ്ക്ക് കരഞ്ഞുകൊണ്ട് കിടന്നത് ദൈവം കണ്ടു. കരഞ്ഞുകൊണ്ട് ദൈവത്തോട് ചോദിച്ച പല ചോദ്യങ്ങളും, ദൈവമേ, ഇത്രയും ഞാൻ നിന്നെ വിശ്വസിച്ചിട്ടും, ഇത്രയും നിന്നോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടും എനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ ഒരു അവസ്ഥ? എൻ്റെ ജീവിതം ഞാൻ മടുത്തുപോയി എന്ന് ചിന്തിച്ച നിമിഷങ്ങൾ. പക്ഷേ ഒന്ന് നാം ചിന്തിക്കുക, ഇത്രയും വെല്ലുവിളികൾ നിന്റെ ജീവിതത്തിൽ വന്നപ്പോഴും, നീ ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോഴും ദൈവം നിന്റെ മുൻപിൽ വന്നു കാണില്ല. പക്ഷേ നീ പോലും അറിയാതെ നിന്റെ പ്രാണനെ അവൻ കാത്തു. സഹോദരങ്ങളെ, പിശാചിന്റെ മുൻപിൽ നിന്റെ ജീവനെ വിട്ടുകൊടുക്കാനല്ല ദൈവത്തിനിഷ്ടം. നിന്റെ ഏത് വെല്ലുവിളികളിലും നീ ദൈവത്തോട് നന്ദി പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായും നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും. നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ നാം നമ്മുടെ ഓരോ സമയവും പ്രയോഗിക്കുക. ദൈവത്തോട് പ്രാർത്ഥിക്കുക. നീ ജോലി സ്ഥലത്താണെങ്കിലും നീ ദൈവത്തോട് പ്രാർത്ഥിക്കുക. നീ യാത്ര ചെയ്യുകയാണെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിക്കുക. നീ ഡ്രൈവിംഗ് ചെയ്യുകയാണെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിക്കുക. നീ ഉറങ്ങാനായി കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും നീ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അവിടെ ദൈവത്തിന് മനസ്സിലാകും നീ ദൈവത്തോടുള്ള വിശ്വാസത്തെ മുറുകെ പിടിക്കുന്നുവെന്ന്. നിന്റെ ജീവിതത്തിൽ എത്ര വലിയ കഷ്ടപ്പാടുകൾ നിന്നെ ആട്ടിയുലച്ചാലും നീ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ, എനിക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, എന്നാലും എൻ്റെ ദൈവം എന്നെ സമൃദ്ധിയായി ഇന്നത്തേക്ക് വേണ്ടുന്നത് എനിക്ക് തന്നുകൊണ്ട് എന്നെയും എൻ്റെ കുടുംബത്തെയും അവിടുന്ന് പോറ്റി പുലർത്തുന്ന കൃപയ്ക്ക് നന്ദി എന്ന് പറയുക. അവിടെയാണ് ദൈവം ശ്രദ്ധിക്കുന്നത് നിന്റെ പ്രാർത്ഥന എത്ര വലുതാണ് എന്ന്. നീ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുമ്പോൾ നിന്റെ വേദനയിലും നിന്റെ പ്രയാസത്തിലും നിന്റെ പല വെല്ലുവിളികളിലും നീ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുമ്പോൾ നിന്റെ പ്രയാസങ്ങൾക്ക് നടുവിൽ ദൈവത്തിൻ്റെ ഒരു അത്ഭുതം പ്രവർത്തിക്കും. നിന്റെ മക്കളെ നീ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുക. ലോകത്തിൻ്റെ മോഹങ്ങളിൽ അവൻ വീണു പോകാതെ ദൈവം നിന്റെ മക്കളെ കാത്തു സൂക്ഷിക്കും. ഈ ലോകത്തിൽ നമുക്ക് ഒന്നിൽ മാത്രമേ ആശ്രയമുള്ളൂ. അവൻ മാത്രമേ നമ്മെ സഹായിക്കുകയുള്ളൂ. നമ്മുടെ കണ്ണുനീർ അവൻ മാത്രമേ കാണുകയുള്ളൂ. ദൈവവചനമെന്ന ആ സത്യമായ വാക്കുകളെ നീ ശ്രദ്ധിക്കുക. നിന്റെ വിശ്വാസം നീ വർദ്ധിപ്പിക്കുക. നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബജീവിതത്തിൽ, നിന്റെ ഭാവി ജീവിതത്തിൽ, നിന്റെ മക്കളുടെ മേൽ, നിന്റെ മക്കളുടെ ഭാവിയിന്മേൽ ദൈവത്തിൻ്റെ വലിയ കരം അവിടുന്ന് സ്പർശിക്കും. നീ ഇപ്പോൾ ഭയത്തിൻ്റെ മുൻപിലാണെങ്കിൽ, വെല്ലുവിളികളുടെ മുൻപിലാണെങ്കിൽ, ഈ ശബ്ദം നിന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുന്നു. ദൈവത്തിൻ്റെ നാമം നിന്റെ ജീവിതത്തിലെങ്ങും നിന്നോട് കൂടെയുണ്ട്. ദൈവവചനം നിന്നെ കരുതിക്കൊള്ളും. ഈ കേട്ട വചനത്താൽ നമ്മെ ഓരോരുത്തരെയും ദൈവം അവിടുന്ന് അനുഗ്രഹിച്ച് കാത്തു പരിപാലിക്കുമാറാകട്ടെ. ആമേൻ.